Hi friends, welcome to Biyas kitchen. ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഗോബി മഞ്ചൂരിയൻ എന്ന ഈസി റെസിപ്പിയാണ്. ഗോബി മഞ്ചൂരിയൻ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. കൂടുതൽ സ്പൈസി അല്ലാതെ തന്നെ ടേസ്റ്റിലൊട്ടും കുറയാതെ ഈസിയായി ഗോബി മഞ്ചൂരിയൻ എങ്ങനെ വീട്ടിൽ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാനായിട്ട് ഇവിടെ ഞാൻ 750 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് 5 മിനിറ്റ് ഇട്ട് വെച്ചു. അതിന് ശേഷം വെള്ളം നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതിലുള്ള കീടങ്ങളൊക്കെ നശിച്ചു പോകും. ഫസ്റ്റ് നമുക്ക് കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 7 ടീസ്പൂൺ കോൺ പൗഡറാണ് എടുക്കുന്നത്. ഇതിലേക്ക് 7 ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടോ ഒരുപാട് ലൂസായിട്ടോ റെഡിയാക്കരുത്. ഇതാണ് കറക്റ്റ് പാകം. ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ നല്ലപോലെ ബാറ്ററിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടാനായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കുമ്പോൾ കോളിഫ്ലവർ നല്ലപോലെ ക്രിസ്പിയായി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് ഒന്നുകൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലപോലെ ക്രിസ്പിയായി കിട്ടും. ഞാനിവിടെ ഫസ്റ്റ് ഒരു പ്രാവശ്യം മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കോളിഫ്ലവറുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവർ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ സെക്കൻഡ് ബാച്ച് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് അല്പം കൂടി ഓയിൽ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരുന്ന വലിയൊരു സവാള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്കവും ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഒരു 6 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോൺ പൗഡർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കോൺ പൗഡർ ഞാൻ 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി ഇല്ലാതെയാണ് ഗോബി മഞ്ചൂരിയൻ വെക്കുന്നതെങ്കിൽ അധികം കോൺ പൗഡർ ചേർത്ത് കൊടുക്കണ്ട. ഗ്രേവിയോടുകൂടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ കോൺ പൗഡറിൻ്റെ അളവ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തിക്കായിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. കോൺ പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസിയുമാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. റെഡിയായതിനു ശേഷം നമുക്കിതിലേക്ക് അല്പം സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം.